എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് പുതിയ യെരൂശലേം എപ്പോൾ, എവിടെ, എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നതായി യോഹന്നാൻ അപ്പോസ്തലൻ ദർശിച്ചു. നിത്യതയുമായി ബന്ധപ്പെട്ട നഗരമാണ് പുതിയ യെരൂശലേം. ഭൗമിക യെരൂശലേമുമായി അതിന് ബന്ധമില്ല. പുതിയ യെരൂശലേമിനെ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരം. സ്വർഗീയ യെരൂശലേം, മീതെയുള്ള യെരൂശലേം, ദൈവത്തിൻ്റെ നഗരം എന്നിങ്ങനെ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തു സ്വന്തം ജനത്തിനു വേണ്ടി ഒരുക്കാൻ പോയ സ്ഥലം ഇതായിരിക്കണം. സഹസ്രാബ്ദ രാജ്യത്തിൻ്റെ സ്ഥലവിവരണത്തിൽ പുതിയ യെരൂശലേം ഉൾപ്പെടുന്നില്ല. യെഹെസ്കേൽ 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാകും. പട്ടണത്തിൻ്റെ അളവ് 1200 നാഴികയാണ്. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമമായിരിക്കും. ഭീകരമായ ഈ പട്ടണം വിശുദ്ധ നാടിനേക്കാൾ വലുതാണ്. സഹസ്രാബ്ദത്തിൽ പുതിയ യെരൂശലേം സൃഷ്ടിക്കപ്പെടുന്നതായി പറയുന്നില്ല. മുമ്പേ ഉണ്ടായിരുന്നുവെന്നും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. സകല യുഗങ്ങളിലെയും സകല വിശുദ്ധന്മാരും വിശുദ്ധ ദൂതന്മാരും പുതിയ യെരൂശലേമിൽ ഉണ്ടായിരിക്കും. പഴയ നിയമ വിശുദ്ധന്മാർക്കുള്ള വ്യക്തിപരമായി വാഗ്ദത്തത്തിൽ ഉൾപ്പെട്ടതാണ് ഒരു നഗരം. അബ്രഹാം വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിനായി കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. എബ്രായർ 11 അധ്യായം 9-10 വചനങ്ങൾ. തുടർന്ന് അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. പഴയ നിയമ വിശുദ്ധന്മാർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ മരിച്ചവരാണ്. പുതിയ യെരൂശലേമിൽ ദൂതന്മാരുടെ സാന്നിധ്യം തെളിയിക്കുന്ന ഭാഗങ്ങളാണ് എബ്രായർ 12 അധ്യായം 22 വാക്യവും വെളിപ്പാടിൻ്റെ പുസ്തകം 21 അധ്യായം 12 വചനവും. വിശുദ്ധ യെരൂശലേമിൻ്റെ മതിലുകളെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് ദൂതന്മാരെയും സഭയെയും പഴയ നിയമ വിശുദ്ധന്മാരെയും പരാമർശിച്ചിട്ടുണ്ട്. 12 ദൂതന്മാരും ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളും 12 അപ്പോസ്തലന്മാരും പ്രത്യക്ഷമായി പറയപ്പെട്ടിട്ടുണ്ട്. ഭീമാകാരമാണ് പുതിയ യെരൂശലേം എന്ന പട്ടണം. അതിൻ്റെ മതിൽ 144 മുഴം അഥവാ 65 മീറ്ററാണ്. പട്ടണം നിൽക്കുന്നത് 12 അടിസ്ഥാനങ്ങളിലാണ്. നഗരം സമചതുരമാണ്. 1200 അല്ലാന്നുണ്ടെങ്കിൽ 2200 കിലോമീറ്റർ നീളവും വീതിയും ഉയരവും സമമാണ്. നഗരമതിലിൻ്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമാണ്. സൂര്യകാന്തം നീലരത്നം, മാണിക്യം, മരതകം, നഖവർണി, ചുവപ്പുകല്ല്, പീതരത്നം, ഗോമേതകം, പുഷ്യരാഗം, വൈഡൂര്യം, പത്മരാഗം, സുഗന്ധിരത്നം എന്നീ രത്നങ്ങളാൽ അലങ്കൃതമാണ് നഗരമതിലിൻ്റെ അടിസ്ഥാനം. 12 ഗോപുരവും 12 മുത്തുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നഗരവീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കമാണ്. വീതിയുടെ നടുവിൽ ജീവജല നദിയുണ്ട്. നദിയുടെ ഇരു പാർശ്വങ്ങളിലുമുള്ള ജീവവൃക്ഷം 12 വിധ ഫലം കായ്ക്കുന്നു. രാത്രിയോ സൂര്യനോ ചന്ദ്രനോ ഇല്ലാതിരിക്കെ മാസത്തെക്കുറിച്ചുള്ള പരാമർശം വ്യാഖ്യാനത്തിന് വിഷമം സൃഷ്ടിക്കുന്നു. പുതിയ യെരൂശലേമിൽ മന്ദിരമോ യാഗാനുഷ്ഠാനങ്ങളോ ഒന്നുമില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടുമാണ് അതിൻ്റെ മന്ദിരം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ തുടങ്ങിയ ജ്യോതിർഗോളങ്ങൾ ഒന്നുമില്ല. നഗരത്തിൻ്റെ വെളിച്ചം ദൈവം തന്നെയാണ്. അവിടെ രാത്രിയില്ല. ഇനി മരണമുണ്ടാകയില്ല. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. വെളിപ്പാടിൻ്റെ പുസ്തകം 22 അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ.